കലിമ ചൊല്ലിയില്ലെങ്കിൽ ഹിന്ദുക്കളുടെ കഴുത്ത് വെട്ടണം. ഇത് പറഞ്ഞിരിക്കുന്നത് ആൾ ഇന്ത്യ ഇമാം കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സാജിദ് റാഷിദിയാണ്. ഇത് അവർ പഹൽഗാം രാജ്യം മൊത്തം നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ ചുരുക്കം അതാണ്. അല്ല, അതിനകത്ത് അയാൾ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, 10-20 ഹിന്ദുക്കൾ കലിമ ചൊല്ലാത്തതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഭീതിയിലാകും. അവരെ ഭീഷണിപ്പെടുത്തണം, അവരിൽ ഭയം ജനിപ്പിക്കണം. അതിനുശേഷം കലിമ ചൊല്ലി ആളുകളെ ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിക്കണം. ഈ കലിമ എന്ന് പറയുന്ന സംഗതി 6 കാര്യങ്ങളാണ് കലിമയിലുള്ളത്. കലിമ ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റുന്നതിൻ്റെ ഒന്നാമത്തെ പടിയാണ് ആദ്യത്തെ കലിമ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു അല്ലാതെ വേറെ ഒരൊറ്റ ദൈവം ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്നതാണ് ഒന്നാമത്തെ കലിമ. അതിൻ്റെ പേര് തയ്യിബ് എന്നാണ്. അതിന് പേരുണ്ട്, തയ്യിബ്. രണ്ടാമത്തെ കലിമ എന്താണെന്ന് വെച്ചാൽ ഷഹദാത്ത്. എന്താ രണ്ടാം ഭാഗം എന്താണ്? മുഹമ്മദാണ് ദൈവത്തിൻ്റെ വിശ്വസ്തനായ സന്ദേശവാഹകൻ. ഇനി ഒരു സന്ദേശവാഹകൻ ഉണ്ടാകില്ല, മുഹമ്മദ് അവസാനത്തെ പ്രവാചകനാണ്. മൂന്നാമത്തെ ഇതെന്താണെന്ന് വെച്ചാൽ തംജിദ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ അല്ലാഹു അല്ലാതെ വേറെ ഒരു ദൈവവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, തംജിദ് എന്ന് പറയുന്ന അതിൻ്റെ മൂന്നാമത്തെ ഭാഗം. നാലാമത്തതെന്ന് വെച്ചാൽ തൗഹീദ്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവം ഒരേ ഒരു ദൈവമാണ് എന്നുള്ളതാണ്. അപ്പോഴേക്കും ഈ 1, 2, 3 കഴിയുമ്പോഴേക്കും നാലാമതെത്തുമ്പോഴേക്കും ഇയാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞവനോട് പറയുന്നു, ഇതാ ഭാഗ്യവാനെ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവം ഒരേ ഒരു ദൈവമാണ്, ബാക്കിയൊക്കെ അങ്ങനെ ഒരേ ഒരു ദൈവം ഇല്ല. ഇനി അഞ്ചാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്തിക് ഫർ എന്നാണ്. അസ്തിക് ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരോടെങ്കിലും മാപ്പിരക്കണമെങ്കിൽ ഫോർഗീവ്നെസ് അതുണ്ടെങ്കിൽ അത് അല്ലാഹുവിനോട് മാത്രമേ മാപ്പിരക്കാൻ പാടുള്ളൂ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു മതത്തിലെ മറ്റേ വിശുദ്ധന്മാരിലൂടെയും അച്ഛന്മാരിലൂടെയും ഒക്കെ പോകുന്ന പ്രാർത്ഥനകൾക്കെതിരെയുള്ള വിലക്കാണ്. ക്രിസ്തു മതത്തിൽ അങ്ങനെയാണല്ലോ. ആ വികാരി അച്ഛൻ ബിഷപ്പ് മറ്റേ കർദിനാള് പോപ്പ് വഴി പത്രോസ് യേശുദേവൻ്റെ അടുത്ത്. അങ്ങനെയാണ് അവരുടെ ഒരു ഹൈറാർക്കി. ആ ഹൈറാർക്കിയെ വെച്ചുകൊണ്ടാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റദ്ദേ കുഫർ എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഷിർക്കിനെ അല്ലാഹു ഒരിക്കലും ക്ഷമിക്കില്ല. എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഖുറാനിൽ ഉള്ള വിശ്വാസമില്ലായ്മയാണ് ഷിർക്ക്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, ഖുറാനിൽ സമ്പൂർണമായി വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ ഷിർക്കാണ്. അങ്ങനെ ഷിർക്കാകട്ടിരിക്കുന്നവരെ മറ്റ് പല ദൈവങ്ങളോടും മാപ്പിരക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ദൈവത്തോടുള്ള സമീപനത്തിൽ ഇടനിലക്കാരെ വെക്കാറുണ്ട്. ആ ഇടനിലക്കാരൊന്നും പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു ദൈവമാണ്, ബാക്കി സകല ദൈവങ്ങളെയും എന്നേക്കുമായിട്ട് നിരാകരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുന്നത്? ഇതാ ആ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനാണ്. അത് അന്ത്യപ്രവാചകനാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തനായ ഒരേ ഒരു ദൂതൻ, അവസാനത്തെ ദൂതൻ. അവസാനത്തെ ദൂതൻ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആരംഭിക്കേണ്ടത് എന്ത് ചെയ്തിട്ടാണ്? ആ തയ്യിബ് ചൊല്ലി കലിമ ആരംഭിച്ച് ഈ 6 സ്റ്റെപ്പും നിങ്ങൾ ഓരോ ദിവസവും ഓരോ നേരവും ഓരോ പ്രാർത്ഥനാ സമയങ്ങളിലും ഉരുവിടണം. ഇതാണ് കലിമ. കലിമയ്ക്ക്
ഖുറാൻ്റെ സാധൂകരണമില്ല. ഖുറാൻ വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, ഖുറാൻ വാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഖുറാൻ സാധൂകരിച്ചിട്ടില്ല. പിന്നെ ഇതാരാണ്? ഇത് ഹദീസിനെ ആസ്പദമാക്കി പ്രവാചകൻ്റെ നബിചര്യ, പ്രവാചകൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ എല്ലാം കുറുക്കിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കലിമ. ഇതെന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ ഘടകമാണ്. എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതം മാറാൻ വേണ്ടി നിങ്ങൾ ആരെയെങ്കിലും സമീപിക്കുന്നുണ്ടെങ്കിൽ അവരെ ആദ്യം പഠിപ്പിക്കുന്നത് കലിമയാണ്. അപ്പോൾ കലിമ ചൊല്ലുന്നവൻ, വിശ്വാസത്തോടു കൂടി കലിമ ചൊല്ലുന്നവൻ യഥാർത്ഥ മുസ്ലിമായിരിക്കും. അങ്ങനെ യഥാർത്ഥ മുസ്ലിമിന് വിശ്വാസത്തോടു കൂടി കലിമ ചൊല്ലി യഥാർത്ഥ മുസ്ലിമിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ദൗത്യം ഓരോ മുസൽമാനും ഉണ്ട്. ആ ദൗത്യം നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? സാജിദ് റാഷിദി. സാജിദ് റാഷിദ് എന്ന് പറയുന്ന ഇമാം കൗൺസിലിൻ്റെ അഖിലേന്ത്യാ നേതാവ് എല്ലാവരുടെയും അറിവിലേക്കായി ഉദ്ഘോഷിച്ചു എന്ന് മാത്രമല്ല, മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇത് ചൊല്ലാൻ വിസമ്മതിക്കുന്ന ഹിന്ദുക്കളെ കൊല്ലണം. 10-20 പേരെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഭയം ജനിക്കും. അതോടുകൂടി അവർ സ്വമേധയാ കലിമ ചൊല്ലി തുടങ്ങും എന്നാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ കാര്യമാണ് മദ്രസ വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്നത്. എന്താണ് അതിൻ്റെ കാതൽ? ഒരേ ഒരു ദൈവമായ അല്ലാഹുവിലും അന്ത്യപ്രവാചകനിലും അന്ത്യവിധിയിലും അല്ലാഹു നൽകുന്ന സ്വർഗത്തിലും ഹൂറികളിലും ഖുറാനിലും എല്ലാം വള്ളി പുള്ളി വിസർഗ വ്യത്യാസമില്ലാതെ വിശ്വസിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യം കിട്ടും, സ്വർഗലോകം കിട്ടും, അവിടെ ഹൂറികളെ കിട്ടും. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിക്കുന്നതോടുകൂടി ബാക്കി എല്ലാ മതങ്ങളും ഷിർക്കാണ്. അതാണ് ആദ്യത്തെ. അവസാനത്തെ എന്താണ്? റദ്ദേ കുഫർ. റദ്ദേ കുഫർ എന്ന് പറയുന്ന ബാക്കി എല്ലാ മതവിശ്വാസങ്ങളും ഷിർക്കാണ്. കാരണം ഖുറാൻ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഖുറാൻ അംഗീകരിക്കാത്തവരെല്ലാം ദൈവനിന്ദകരാണ്. ആ ദൈവനിന്ദകരെ മുഴുവൻ കൊല്ലാനുള്ള അധികാരം അല്ലാഹു ഓരോ മുസൽമാനും കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഇമാം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അത് വിശ്വസിച്ചുകൊണ്ടാണ് കലിമ ചൊല്ലില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് എവിടെ പറഞ്ഞത്? കാശ്മീരിൽ, അതെ, പഹൽഗാമിൽ പറഞ്ഞത്. പഹൽഗാം കൊല എന്ന് പറയുന്നത് ഖുറാൻ്റെ പേരിൽ നടത്തിയ വിശുദ്ധ കർമ്മമാണ്. ആ വിശുദ്ധ കർമ്മത്തിലൂടെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും അനേകം ഹൂറികളോടൊത്ത് രമിച്ച് മതിച്ച് വസിക്കുകയും ചെയ്യും. ഇതാണ് പഠിപ്പിക്കുന്നത്. ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ മദ്രസ വിദ്യാഭ്യാസം അഭികാമ്യമാണോ എന്ന് ആലോചിക്കാനുള്ള അവസരം കൂടിയാണിത്. ഇതിലെന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? നിങ്ങളുടെ മതം നല്ലതാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ എൻ്റെ മതം ചീത്തയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് അപ്പം നല്ല അപ്പമാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ എൻ്റെ കയ്യിലുള്ള അപ്പം മോശമാണെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും തിരിച്ചു പറയും. അതെ. അപ്പോൾ ഈ ഇസ്ലാം മതം കലിമയിലൂടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ഇതര മതങ്ങളെ നിന്ദിച്ചുകൊണ്ടാണ് ആ തുടക്കം എന്നുള്ള കാര്യം ദയവായി നിങ്ങൾ അംഗീകരിക്കണം. ഇക്കാര്യത്തെക്കുറിച്ച് ഇസ്ലാമിക സംഘടനകൾ, വിശേഷിച്ചും ഇവിടുത്തെ മുസ്ലിം ലീഗിനൊക്കെ എന്താണ് പറയാനുള്ളതെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കണം. അവർ ഒളിച്ചു പോകരുത്. ജമാഅത്തെ ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടും ചോദിക്കുന്നേയില്ല. എന്താ കാരണം? ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഇതേ കാര്യം പരസ്യമായി പറഞ്ഞു നിൽക്കുന്നവരാണ്. പക്ഷെ മുസ്ലിം ലീഗ് അതല്ലല്ലോ. അവർ പറഞ്ഞ അവരാണ് ജനാധിപത്യം കണ്ടുപിടിച്ചതെന്നല്ലേ. ജനാധിപത്യം കേരളത്തിൽ നിലനിൽക്കുന്നത് മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും.
അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളും അഖിലേന്ത്യാ നേതാക്കളും ഇമാം പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ അവരുടെ പ്രതികരണം വ്യക്തമാക്കണം. അവരതിന്ന് ഒളിച്ചോടി പോകരുത്. ജമാഅത്തെ ഇസ്ലാമിയോട് പറയാത്ത കാരണം അവർ ഈ കലിമ ചൊല്ലാത്തവനെയൊക്കെ കൊല്ലണമെന്ന് വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ്. PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാരോട് ചോദിക്കാത്തതിൻ്റെ കാരണം അവർ കുന്തിരിക്കവും പിന്നെന്താണ് അവിലും മലരും കരുതിക്കോ എന്ന് പറയുന്നവരാണ്. അവർ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത് നിർത്തിയിരിക്കുന്നവരാണ്. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ടല്ലോ. കുറേ സ്വതന്ത്ര ബുദ്ധിജീവികളുണ്ടല്ലോ മുസ്ലിം സമുദായത്തിൽ നിന്ന്, സെക്കുലറിസ്റ്റുകൾ. സമദാനി എന്നൊക്കെ പറയുന്ന അല്ല, സമദാനി സെക്കുലറിസ്റ്റ് അല്ലൊന്നും അല്ലല്ലോ. അല്ല, സമദാനി എങ്ങനെയാണ് മുസ്ലിം ലീഗ് ബുദ്ധിജീവിയാണെന്ന് പറയുന്ന ആളാ? അല്ല, മുസ്ലിം ലീഗ് ആകുന്ന ഒരാൾ എങ്ങനെയാണ് സെക്കുലറിസ്റ്റ് ആകുന്നത്? ഒരിക്കലാവില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? സമദാനി സെക്കുലറിസ്റ്റ് അല്ല. സമദാനി എൻ്റെ നല്ല സ്നേഹിതനാണ്, അതൊക്കെ സംബന്ധിച്ചു. പക്ഷേ ഈസ് നോട്ട് എ സെക്കുലറിസ്റ്റ്. മതപണ്ഡിതൻ. അയാൾ ഇസ്ലാമിക മതപണ്ഡിതനാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെ വന്ന് ലീഗിലെത്തിയവരാണ്. അങ്ങനെ കുറേ പേരുണ്ട് ലീഗിൽ. ET മുഹമ്മദ് ബഷീറുണ്ട്, അബ്ദുൽ സമദ് സമദാനിയുണ്ട്, KT ജലീൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറി. അങ്ങനെ വേറെ കോൺഗ്രസ്സിലുണ്ട് അങ്ങനെ വന്നേക്കും. ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് തർക്കിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സാംസ്കാരിക മനസ്സ് ഇപ്പോഴും സൂക്ഷിക്കുന്ന സമദാനി സെക്കുലറാണെന്ന് പറയാൻ പറ്റില്ല. ബാക്കി എന്തും പറയാം. കാരണം ഇത് ശരിയാണെന്ന് പറയുന്ന ഒരാൾക്ക് സെക്കുലർ ആകാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. ഇത് ശരിയാണ് എന്ന് പറയണമെങ്കിൽ പിന്നെ സെക്കുലർ ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതല്ല. പക്ഷെ അല്ലാത്തവരുണ്ടല്ലോ, അവരിതിനെക്കുറിച്ച് പറയേണ്ടതല്ലേ. ഒരാൾക്ക് ഖുറാനിൽ വിശ്വസിക്കാൻ താല്പര്യമില്ല, മുഹമ്മദ് അന്ത്യപ്രവാചകനാണ് എന്ന് കരുതുന്നില്ല, അല്ലാഹു മാത്രമാണ് ഏക ദൈവം എന്ന് കരുതുന്നില്ല, അങ്ങനെയുള്ള ഒരാളെ കൊല്ലാമെന്ന് പറയുന്നത്, അതിനെതിരെ പ്രതികരിക്കാൻ ഇവരെന്താണ് വിസമ്മതിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ലല്ലോ, ഇമാം കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ഇമാമുമാരുടെയും ലക്ഷ്യം ഇതാണോ? ആണെങ്കിൽ അവർ ആ കാര്യം പറയണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.